ബാഗിൽ എന്തോ ഉണ്ട്, എന്തോ ഒരു സാധനം ബാഗിൽ ഇരിപ്പുണ്ട്. എന്താണെന്ന് അറിയത്തില്ല, ബാഗിലൊന്നുമില്ല. അപ്പം എന്തോ അവിടെ ഒരു സാധനം ഉണ്ട് എന്ന് കാണിക്കാൻ വേണ്ടി ദർ ഇസ് സംതിങ് ഇൻ ദ ബാഗ് എന്ന് പറയാം. അവിടെ എന്തോ ഒരു സാധനം ഉണ്ട്. ഇനി ബാഗിലൊന്നുമില്ല, ഒരു സാധനവും ബാഗിലില്ല എന്ന് കാണിക്കാൻ ദർ ഇസൻറ്റ് എനിത്തിങ് ഇൻ ദ ബാഗ്. അവിടെ ഒന്നുമില്ല. അപ്പോൾ ഈ വീഡിയോയിൽ സംതിങ്ങും എനിത്തിങ്ങും തമ്മിലുള്ള വ്യത്യാസമാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. സംതിങ് എന്ന് പറയുമ്പം എന്തോ ഉണ്ട്, എന്താണെന്ന് വ്യക്തമായിട്ട് എനിക്കറിയത്തില്ല, പക്ഷെ എന്തോ ഒരു സാധനം അവിടെ ഉണ്ട്. എനിത്തിങ് എന്ന് പറയുമ്പം ഒന്നുമില്ല, അല്ലെങ്കിൽ ഒന്നും അറിയില്ല, എന്തെങ്കിലുമൊക്കെ കാണുമല്ലോ, എന്തും സംഭവിക്കാൻ ജീവിതത്തിൽ എന്നൊക്കെ പറയാൻ വേണ്ടിയാണ് എനിത്തിങ് യൂസ് ചെയ്യുന്നത്. എന്തോ എന്ന് പറയുമ്പോൾ പോസിറ്റീവാണ്, അവിടെ എന്തോ ഒരു വസ്തു ഉണ്ട്, എന്താണെന്ന് അറിയില്ല, അങ്ങനെ ഒരു രീതിയിലാണ് സംതിങ് എന്ന് പറയുന്നത്. എന്തെങ്കിലും എന്നൊക്കെ കാണിക്കാൻ വേണ്ടി എനിത്തിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ചിലപ്പോൾ ഉണ്ടാവാം, ചിലപ്പോൾ ഉണ്ടാവാതെ ഇരിക്കാം, അത് നോ ലിമിറ്റാണ്. അപ്പം നെഗറ്റീവായിട്ടുള്ള സെൻറ്റൻസാണ്. അപ്പോൾ 1-2 എക്സാമ്പിളിനകത്ത് അവൾ എന്നോട് എന്തോ പറഞ്ഞു, എന്തോ എന്ന് കാണിക്കാൻ സംതിങ്. ഷീ സെഡ് സംതിങ്. ആരോട്? എന്നോട്. ടു മീ. ഷീ സെഡ് സംതിങ് ടു മീ. ഇനി അവൾ എന്നോട് ഒന്നും പറഞ്ഞില്ല, അവിടെ ഇല്ല, ഒന്നുമില്ല. അപ്പം ഷീ ഡിഡിൻ സേ എന്ത്? എനിത്തിങ് ടു മീ. എന്നോടൊന്നും പറഞ്ഞില്ല. അങ്ങനെയാണെങ്കിൽ അവന് കടയിൽ നിന്ന് എന്തോ ഒരു സാധനം വേണം. അപ്പം പോസിറ്റീവാണ്, എന്തെങ്കിലും ഒരു സാധനം അവിടെ വേണം. അങ്ങനെയാണ് ഈ സെൻറ്റൻസ് എങ്ങനെയാണെന്നൊന്ന് ഇംഗ്ലീഷിൽ കമൻറ്റ് ചെയ്തേ.